Okay. Fourth chapter, Taj Mahal. The Taj. ताजमहल संसार के सात आश्चर्य जगत सात ആശ്ചര്യജഗൻ വസ്തുവോ में से एक है. എന്താണ് താജ്മഹൽ എന്ന് പറയുന്നത്? 7 വണ്ടേഴ്സ്. ആശ്ചര്യ ജഗൻ എന്ന് പറയുന്നത് ആശ്ചര്യ ജനക് എന്ന് പറയുന്നത് വണ്ടേഴ്സിനാണ് പറയുന്നത്. അത്ഭുതകരമായ എന്താണ് ഈ മലയാളത്തിൽ പറയുന്നത്? അത്ഭുത വസ്തു അങ്ങനെ എന്തോ പറയുന്നത്. അപ്പോൾ 7 വണ്ടേഴ്സിൽ ഒന്നാണ് താജ്മഹൽ എന്ന് പറയുന്നത്. ये अपनी सुंदरता के कारण संसार भर में प्रसिद्ध ഇമാരത്ത് ഹെ. എന്താണ് ഇത്? വളരെ മനോഹരമായത് കൊണ്ട് തന്നെ എല്ലാ സംസാരം, അതായത് ലോകം മുഴുവനായിട്ട് യൂണിവേഴ്സിൽ തന്നെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോണുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടോം ആണ്. मुगल बादशाह शहनशाह ने अपनी बेगम मुमताज महल की याद में इसे बनाया था. എന്താണ്? മുഗൾ സാമ്രാജ്യത്തിലെ ബാദ്ഷാ ആരാണ്? ഷെഹൻഷാനെ ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്? മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഇത് കൺസ്ട്രക്ട് ചെയ്തത്, ഇത് ഉണ്ടാക്കിയിരുന്നത്. അവരുടെ ഭാര്യനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ എന്താ ഭാര്യ അല്ല, യെസ്, ബേഗം, ഭാര്യയെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു മോണുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അവരുടെ ഓർമ്മയ്ക്ക്. യെസ്, ക്ലിയർ ആവുന്നില്ല. ശരി, കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം. ഓക്കെ ഓക്കെ, ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം അല്ലേ? ഓക്കെ ഓക്കെ. ഫോർത്ത് ചാപ്റ്റർ, താജ്മഹൽ സംസാരിക്ക് എന്താണ് 7 വണ്ടേഴ്സിൽ നിന്ന് ഒന്നാണ് താജ്മഹൽ എന്ന് പറയുന്നത്. അതിന്റെ സുന്ദരത, അതായത് അതിന്റെ ഭംഗി കൊണ്ടാണ് അത് ഇത്രയും ഫേമസ് ആയിരിക്കുന്നത്. അതിന്റെ ബ്യൂട്ടിയാണ് അതിന്റെ ഫേമസ് ആവാനുള്ള ഏറ്റവും വലിയൊരു കാരണം. മുഗൾ ബാദ്ഷായ് എന്താണ്? മുഗൾ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ബാദ്ഷായ് എന്ന് പറയുന്ന ആ സമയത്തുണ്ടായിരുന്ന എംപററിനെയാണ് ബാദ്ഷായ് എന്ന് പറയുന്ന എംപററിന് ഷെഹൻഷാനെ അപ്നെ ബേഗം ജാൻ എന്ന് വെച്ചാൽ ഈ ലക്നൗ ഉള്ള ആ സ്റ്റൈലിലാണ് ഈ ഒരു ലാംഗ്വേജ് ഇവിടെ ഫുള്ള് പറഞ്ഞിരിക്കുന്നത്. ബേഗം എന്നൊക്കെ പറയുന്നത് ഭാര്യനെയാണ് ബേഗം എന്ന് പറയുന്നത്. ലക്നൗ സ്റ്റൈലിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ബേഗം മുംതാസ് മഹൽ കി യാദ് മേ. എന്താണ്? ബേഗം മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു താജ്മഹൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അത്രയാണ് നമ്മൾ പറഞ്ഞത്. ताजमहल उत्तर प्रदेश के प्रसिद्ध नगर आगरा में यमुना नदी के दाहिने किनारे पर एक संगमरमर के चाबूतरे पर खड़ा है. എന്താണ്? चाबूतरे पे खड़ा है. എന്താ? താജ്മഹൽ ഉത്തർപ്രദേശ് പ്രസിദ്ധ നഗർ. എന്താണ്? താജ്മഹൽ ഉത്തർപ്രദേശത്തിന്റെ പ്രസിദ്ധമായ ഒരു നഗരമായ ആഗ്രയിലാണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. എന്താണ്? ഇതിന്റെ ദാഹിന മീൻസ് ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? സംഗമർമർ എന്ന് വെച്ചാൽ മാർബിൾ ആണ്. അതിന്റെ മാർബിൾ കൊണ്ട് മൂടിയിരിക്കുന്ന 4 സൈഡിൽ കൂടെ മാർബിൾ കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് കൂടുതൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് യമുന നദിയാണ് ഒഴുകുന്നത്. ഓക്കെ. आगरे के किले के लगभग 3 किलोमीटर दूर यह भव्य मकबरी खड़ा है. എന്താണ്? ആഗ്ര കോട്ടയിൽ നിന്ന് ഏകദേശം, കീല മീൻസ് കോട്ട, കോട്ട, ആഗ്രയുടെ ഏകദേശം ആഗ്ര കോട്ടയുടെ ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു മോണുമെന്റ് അല്ലെങ്കിൽ ടോം സ്ഥാപിച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. इसके बाहर एक विशाल द्वार है जो पत्थरों से बना हुआ है. ഇതിന്റെ പുറത്ത് വിശാലമായിട്ടുള്ള ഒരു ദ്വാർ. what is ദ്വാർ? what is the meaning of ദ്വാർ? door, വലിയൊരു കതക്, വിശാലമായ ഒരു കതക്. എന്താണ്? കല്ലുകൾ കൊണ്ട് പണിത വിശാലമായ ഒരു ഒരു ഡോർ, ഒരു
കഥക് പണിതിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പത്രോं से बना हुआ है. ओके, इनके दोनों ओर श्वेत पत्थर पर पवित्र कुरान की आयतें लिखी हुई है. इनके दोनों और ശ്വേത് പത്രോംകെ എന്താണ് ഈ രണ്ട് സൈഡിലും, അതായത് എന്തിന്റെ താജ്മഹലിന്റെ രണ്ടു വശത്തായിട്ടും ശ്വേത് പത്തർ എന്ന് വെച്ചാൽ വൈറ്റ് മാർബിൾ ആണ് അതിന്റെ മീനിങ്. ശ്വേത് പത്തർ വൈറ്റ് മാർബിളിന്റെ മുകളില് വിശുദ്ധ ഖുറാനെ കുറിച്ചിട്ടുള്ള വിശുദ്ധ ഖുറാന്റെ വാക്യങ്ങളാണ് രണ്ട് സൈഡിലേക്കും എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, യഹാ पर एक संग्रहालय में मुगल सम्राटों के चित्र तथा अस्त्र शस्त्र भी रखे गए हैं. സംഗ്രഹാലയം എന്ന് വെച്ചാല് മ്യൂസിയം ആണ്. മ്യൂസിയം, അവിടെ തന്നെ ഒരു മ്യൂസിയത്തില് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യക്കാർ, അതായത് മുഗൾ എംപയേഴ്സിന്റെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്? അസ്ത്രശസ്ത്രങ്ങളും, അതായത് അവർ ഉപയോഗിച്ചിരുന്ന വെപ്പൺസ്, എന്തൊക്കെ വെപ്പൺസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്, അവരുടെ കൈ ഹോൾഡ് ചെയ്തിരുന്ന ഏതൊക്കെ വെപ്പൺസ് ആണ്, പിന്നെ അന്ന് ആ സമയത്തുണ്ടായിരുന്ന ഏതൊക്കെ എംപറേഴ്സ് ആണ്, അവരുടെ ഓരോരുത്തരുടെയും ചിത്രവും ആ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. लिखी हुई है यहाँ पर एक रखा गया है. मुख्य दवन के दोनों ओर वृक्षों की कतारे है എന്ന് വെച്ചാല് മുഖ്യ ഭവൻ എന്താണ് ആ മെയിൻ ആയിട്ടുള്ള മുഖ്യം എന്ന് വെച്ചാൽ ആ മെയിൻ എൻട്രൻസിന്റെ അവിടെ, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആ താജ്മഹലിന്റെ എൻട്രൻസിന്റെ അവിടെ എന്താണ് വെച്ചിരിക്കുന്നത്? ലൈൻ ആയിട്ട്, കതാരെ എന്ന് വെച്ചാല് ലൈൻസ് ആണ്. ലൈൻ ആയിട്ട് ചെടികൾ, അതായത് ചെടികൾ അവിടെ എന്താ ചെയ്ത പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അതായത് വൃക്ഷം അവിടെ എന്താ ഇനി പറയാ, അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ വളർത്തി അതിന് കൊടുക്കുന്നുണ്ട്. അതിന് ലൈൻ ആയിട്ടാണ് അവിടെ കൊടുക്കാറ്. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ്? ഓക്കെ. ओके, मध्य भाग में सुंदर फवारे बने हुए हैं. എന്താണ് മധ്യഭാഗ് में सुंदर फवारे बने. फवारे मीन्स ഫൗണ്ടൻ, വെള്ളമൊക്കെ കിടക്കുന്ന ഫൗണ്ടൻസ്. ഓക്കെ, എന്താണ് മധ്യഭാഗത്ത്, അതിന്റെ മധ്യഭാഗത്ത് എന്താ വയ്ക്കുന്നത്? ഈ കീലയുടെ കോട്ടയുടെ മധ്യഭാഗത്ത് എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? മനോഹരമായ സുന്ദരമായ ഒരു ഫൗണ്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. पानी से भरे तालाब में लाल और सफेद कमल खिले दिखाई देते हैं. എന്താണ് പാനി സേ ഭരെ? എന്താണ് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തലാബ് മീൻസ് പോണ്ട്. പോണ്ടില് ഏതെല്ലാം കളറുള്ള കമൽ പൂക്കളാണുള്ളത്? താമരപ്പൂക്കള്. ഏതൊക്കെയാണ്? ലാൽ മീൻസ് റെഡ് കളറും വെള്ള താമരയും റെഡ് കളറിലുള്ള താമരയുമാണ് ആ വെള്ളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ആ പോണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ओके, मैदान हरी धूप के मखमली फर्श से सजा दिया गया है. എന്താണ് മൽമലി ഫൂൾ എന്ന് പറഞ്ഞാല് അതായത് പ്രകാശം, സൂര്യപ്രകാശം ആ മാർബിളിന്റെ ആ ഫ്ലോസിൽ അടിക്കുമ്പോൾ നല്ല വെൽവെറ്റ് കളർ എന്ന രീതിയിൽ അത് അത്രമാത്രം മനോഹരമായ രീതിയിൽ അത് തിളങ്ങുന്നു. അതുപോലെയാണ് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വെൽവെറ്റ് കളറിലാണ് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യപ്രകാശം അവിടെ അടിക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ തിളങ്ങുന്ന രീതിയിൽ നല്ലപോലെ ഇങ്ങനെ തിളങ്ങും. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഓക്കെ, ജൽമേ രംഗ് ബിരംഗ് മച്ഛലിയാബി തേർത്തി ഹെ. എന്താണ് ജൽമേ? അവിടെ തന്നിരിക്കുന്ന തലാബ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പോണ്ട്. ആ പോണ്ടില് റംഗ് ബിരംഗ് എന്താണ് പല കളേഴ്സ് ഉള്ള അതായത് വണ്ടർഫുൾ കളർഫുൾ ആയിട്ടുള്ള മച്ഛലിയ മീൻസ് ഫിഷസ് ആർ ഓൾസോ ഫൗണ്ട് देयर. तैरती रहती है. ओके, इस सुंदर उपवन के आगे सुंदर शेड संगमरमर से बना ताज
ഖടാഹെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സുന്ദരമായ ഈ ഗാർഡൻ, ഈ സുന്ദരമായ ഗാർഡൻ ആകെ സുന്ദർ ഷേപ്പ്, ഈ സുന്ദരമായ ഗാർഡന് മുന്നിൽ, അതായത് നമ്മൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഗാർഡൻ ആണ് കാണുന്നത്, അല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടു. അതിന് നേരെ കാണുന്നതാണ് ഈ ഗാർഡന്റെ മുന്നിലായിട്ട്, ഈ ഗാർഡന്റെ മുന്നിലായിട്ട് എന്താ കാണുന്നത്? വളരെ മനോഹരമായ വൈറ്റ് മാർബിളും കൊണ്ട്, വൈറ്റ് മാർബിളും കൊണ്ട് പണിത സുന്ദരമായ താജ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, इनके चारों ओर चार ऊंची मीनारे है, मीनारे है, कुतुब मीनार നോക്കിയിട്ടില്ലേ? മിനാരെ, ദാ what is മിനാര? മിനാര മീൻസ് ദി ടവർ. താജ്മഹലിന്റെ നാല് വശത്തായിട്ടും 4 ടവേഴ്സ് നിൽക്കുന്ന കാണാറില്ലേ? ഈ ടവേഴ്സ് 1, 2, 3, 4, ഇതാണ് മിനാരെ എന്ന് പറയുന്നത്. താജ്മഹലിന്റെ 4 വശത്തായിട്ടും മിനാരെ, അതായത് ടവേഴ്സ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. मिनारे है, ये भी स्वस्थ संगमरमर की बनी हुई है. എന്താണ്? ഇതും വൈറ്റ് മാർബിളിൽ നിന്നും ആ തന്നിരിക്കുന്ന എന്താണ് ടവേഴ്സും, ആ 4 ടവേഴ്സും എന്താണ്? വൈറ്റ് മാർബിളും കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അതും വൈറ്റ് മാർബിളിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മധ്യമേ സുന്ദർ താജ്മഹൽ, എന്താണ്? നടുക്ക് മധ്യത്തിലായിട്ട് സുന്ദരമായ താജ്മഹലാണ്. അതായത് ഈ നാല് ടവേഴ്സിന്റെ കൂടെ, അതായത് മിനാർ ടവേഴ്സിന്റെ നടുക്കായിട്ട് മനോഹരമായ താജ്മഹലാണ് നിൽക്കുന്നത്. मध्य में सुंदर ताजमहल है. ओके, ताजमहल के चारों ओर सुंदर पंचीकारी देखने योग्य है. എന്താണ് പഞ്ചിക്കാരി? 4 സൈഡിലും മൊസൈക്കിൽ, എന്താണ്? മൊസൈക്ക് കൊണ്ട് 4 വശവും അലങ്കരിച്ചിരിക്കുകയാണ്. അത് നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണേണ്ട തന്നെ ആണ്. അതാണ് എന്താണ്? കണ്ണുകൊണ്ട് ദേഖ്നെ യോഗ്യ ഹെ, എന്താണ്? നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇൻകെ അന്തർ ഷെഹൻഷാ ഓർ മുംതാസ് മഹൽക്ക് കബ്രേ ഹെ, എന്താണ്? ഈ ഒരു ഇതിനുള്ളില്, ഈ ഒരു മധ്യഭാഗത്ത് ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്? ആരുടെ മോൺമെന്റാണുള്ളതെന്ന് പറഞ്ഞത്? ഷെഹൻഷയുടെയും ഷാജഹാന്റെയും മുംതാസിന്റെയും ടോംബാണ് ഇതിനുള്ളില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിനുള്ളില് കാണാൻ സാധിക്കും. Then it is what शहंशाह कब्रें हैं. कब्रों के चारों ओर एक जालीदार परिक्रम बनी हुई है. എന്താണ്? കബ്രോ കെ ചാരോ, അതായത് ആ ടോംബിന്റെ, what is tomb? What is the meaning of tomb? What is the meaning of tomb? കബർ എന്ന് വെച്ചാൽ എന്താ? കബർ, കബർ, what is the meaning of കബർ? ഈ കബർ എന്ന് വെച്ചാൽ, യെസ് ദാറ്റ്സ് ഇറ്റ്. നമ്മൾ തിരുമേനിമാരുടെ ഒക്കെ കബറുകൾ എന്ന് പറയില്ലേ? തിരുമേനിമാരുടെ കബറാണെന്ന് വെച്ചാൽ അവരുടെ മരിച്ചിരിക്കുന്ന, അവരുടെ സമാധി കിട്ടിയിരിക്കുന്ന സ്ഥലം. ഓക്കെ, അവരെ അടക്കിയിരിക്കുന്ന സ്ഥലത്തിനെയാണ് ടോംബ് എന്നോ അല്ലെങ്കിൽ കബർ എന്നൊക്കെ പറയാം. അപ്പൊ ഇതിനുള്ളിലാണ്, ഈ ഒരു പ്ലേസിനുള്ളിലാണ് ആരെയാണ്? ഷെഹൻഷേനെയും അദ്ദേഹത്തിന്റെ ഭാര്യ മുംതാസിനെയും അടക്കിയിരിക്കുന്നത്. ആ അടക്കിയ സ്ഥലത്തിനെയാണ് കബർ. ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ഇതിനെയാണ് ടോംബ് എന്നോ കബർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇപ്പൊ ആരും ഇല്ലേ? അതിന്റെ ഉള്ളിൽ അവരുടെ ബോഡി എല്ലാം ഇതായി പോയി കാണുമല്ലോ. ഇല്ല, നോബഡി ലീവ്സ് ദേർ. ഓക്കെ, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് കീഴിലാണ് ഈ സാധനങ്ങളൊക്കെ. യെസ്, ഓക്കെ, ലെറ്റ്സ് മൂവ്. ഓക്കെ, കബറോं के चारों ओर के एक जालीदार, ഓക്കെ, കബറോ കെ ചാരോ ഓർ, അതായത് കബറിന് 4 ചുറ്റിലും ഇലക്ട്രിക് ഷോക്കും കൊണ്ടുള്ള ഒരു ജാലി അവർ നിർമ്മിച്ചിരിക്കുകയാണ്. ഇലക്ട്രിക് ഷോക്കും കൊണ്ടുള്ള ജാലി മീൻസ് താർ കമ്പികളൊക്കെയുള്ള സംഭവം മനസ്സിലാവില്ലേ?
കമ്പികൾ കൊണ്ടുള്ള വേലിയില് ഷോക്ക് കൊടുക്കുന്ന രീതിയിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, വാസ്തവ में यह ഖബർസ്ഥാൻ बहुत सुंदर है. ഖബർസ്ഥാൻ എന്ന് വെച്ചാൽ ഈ ഖബർ ഇരിക്കുന്ന ആ സ്ഥലം എന്താണ്, ശരിക്കും പറഞ്ഞാൽ വാസ്തവം എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാല് ഈ ഖബർ ഇരിക്കുന്ന സ്ഥലം വളരെ സുന്ദരമാണ് അല്ലെങ്കിൽ അതിമനോഹരമാണ്. इसमें इसमें की गई बहुमूल्य पत्थरों से നക്കാശി देखने योग्य है. എന്താണ്, വളരെ അവിടെ വളരെ മൂല്യമുള്ള കല്ലുകളുണ്ട്. പത്തർ മീൻസ് കല്ലുകൾ കൊണ്ടാണ് അവിടുത്തെ സ്കൾപ്ചറും അവിടെ എഴുതിയിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ട തന്നെ ആണ്. ഓക്കെ, ऊपरी भाग में കബർ की പ്രതികൃതി ഹെ. എന്താണ്, ഈ കബർ നമ്മൾ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാല് എന്താണ്, നേരെ ആ ടോമ്പിന് നേരെ പോയി ആ കബറിന് നേരെ പോയിട്ട് മേളിലേക്ക് നോക്കിയാല് ആ കബർ നമുക്ക് ശരിക്കും കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ മേളിൽ എന്താണ്, അതിനനുസരിച്ചുള്ള കണ്ണാടി പോലത്തുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന് ഒരുപാട് താഴെയാണ് ഈ കബർ ഇരിക്കുന്നത്. കബറിൽ നമ്മള് മേളിലേക്ക് നോക്കുമ്പോഴാണ് ഈ രണ്ട് കബറുകളും നമ്മൾ കാണുന്നത്. वास्तविक कब्र नीचे തേക്കാനെ മേ ഹെ. എന്താണ് തേക്കാന മീൻസ് സ്റ്റോർ. പണ്ട് കാലത്ത് സ്റ്റോർ ചെയ്തിരുന്ന സ്റ്റോർ റൂമായിട്ട് യൂസ് ചെയ്തിരുന്ന അതിനുള്ള എന്താണ് സീക്രട്ട് റൂം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ സ്ഥലത്താണ് ഈ രണ്ട് കബറുകളും വെച്ചിരിക്കുന്നത്. ഈ കബറുകളിൽ നിന്ന് അപ്പൊ നമ്മൾ ഈ കബറിനെ കാണുന്നത് മേളിലേക്ക്, അതിനകത്ത് കയറിയിട്ട് മേളിലേക്ക് നോക്കുമ്പോഴാണ് ഈ കബറിന്റെ റിഫ്ലക്ഷൻ നമ്മൾ കാണുന്നത്. അതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് താഴേക്കാണ് ഈ കബർ ഉള്ളത്. ഓക്കെ ओके, जहाँ सीढ़ियों से उतर कर जाना पड़ता है. എന്താണ്, ഒരുപാട് താഴെ തേഖാന, ഒരു സീക്രട്ട് റൂം പോലുള്ള തേഖാനയിലാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റെപ്പുകളിലൂടെ താഴേക്ക് നടന്ന് നീങ്ങാണ് വേണ്ടത്. बेगम मुमताज की कबर पर ഖുറാൻ की ആയത്തെ भी लिखी हुई है. എന്താണ് ബേഗം എന്ന് വെച്ചാൽ വൈഫ് ഓഫ് ഷാജഹാൻ ബേഗം മുംതാസിന്റെ കബറിന്റെ മേളില് വിശുദ്ധ ഖുറാനിന്റെ വാക്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. पूरे ताजमहल की शोभा चांदनी रात में അത്ഭുത ദിഖായി ദേത്തി ഹെ. എന്താണ്, മുഴുവൻ താജ്മഹലിന്റെ സൗന്ദര്യം എന്നാ കാണുന്നത്, വെളുത്തവാവിന്റെ പ്രകാശം വരുന്നത്, അതായത് ചന്ദ്രന്റെ പ്രകാശം. വെളുത്തവാവിന്റെ ദിവസം ചന്ദ്രന്റെ പ്രകാശത്തിലാണ് മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ, മനോഹരമായ താജ്മഹലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, रात में जब कोई चांदनी चमकता है तो श्वेत संगमरमर से बने ताज दूर से दुला सा दिखाई देती है. എന്താണ്, रात में जब पूरी चांद चमकता है तो എന്താണ്, രാത്രിയിൽ ചന്ദ്രന്റെ വെളിച്ചം ഇതിന്റെ വൈറ്റ് മാർബിളിലേക്ക് അടിക്കുമ്പോൾ എന്താണ്, പാലിൽ കുളിച്ചു നിൽക്കുന്ന പോലെ, ഈ ലൈറ്റ് മൂണിന്റെ പ്രകാശം അടിക്കുമ്പോൾ പാലിൽ കുളിച്ചു നിൽക്കുന്നത് പോലെയാണ് നമുക്ക് താജ്മഹലിനെ കാണാൻ സാധിക്കും. അത്രയും മനോഹരമായിട്ട് വെട്ടിത്തിളങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ഇതില് പറയുന്നത്. ഓക്കെ, दूध से दुलासा दिखाई देती है. ओके, साथ में बहती यमुना के जल में भी ताज का दूधिया പ്രതിബിംബ് बहुत ही മോഹത് ലഗ്താ ഹെ. എന്താണ് മോഹത് ലഗ്താ ഹെ, എന്താണ് ഈ ഒഴുകുന്ന യമുനാ നദിയും ഈ പാലിൽ കുളിച്ച് നിൽക്കുന്ന പോലത്തെ ഈ താജ്മഹല് യമുനാ നദിയിൽ ഇതിന്റെ പ്രതിബിംബം കാണാൻ വേണ്ടിയിട്ട് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അത് കാണുന്നത് അതിനോടുള്ള ഒരു മോഹം, അതിനോടുള്ള ഒരു ഇഷ്ടം നമുക്ക് തോന്നുമെന്നാണ് പറയുന്നത്.
ऐसा लगता है कि मानो चारों ओर ശാന്തി और സുന്ദരത ബിഖർ ഗയി ഹെ. എന്താണ് ഇങ്ങനെ എന്താണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് തോന്നുന്നു എന്നാ പറയുന്നത്? എന്ത് തോന്നുന്ന പറയുന്നത്? ऐसा लगता है कि मानो चारों ओर से शांति और सुंदरता बिखरी हुई है. എന്താണ് എന്താ നമുക്ക് തോന്നുന്നത്? നമ്മുടെ നാല് ചുറ്റിനും ശാന്തിയും സമാധാനവും ബ്യൂട്ടിഫുൾനെസ്, അതാണ് സുന്ദരതയും സൗന്ദര്യവും മാത്രമേ നമുക്ക് നാല് ചുറ്റിനും ഉള്ളൂ എന്ന് നമുക്ക് നാല് ചുറ്റിനും സ്പ്രെഡ് ആയി കിടക്കുന്ന പോലെ നമുക്ക് തോന്നും എന്നാണ് പറയുന്നത്. താജ്മഹൽ വാസ്തവമേ ശില്പകലാ കാ അദ്ഭുത് നമൂന ഹെ. എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കൾപ്ചർ. എന്താണ്? ശില്പകലയുടെ വളരെ മനോഹരമായ ഒരു എക്സാമ്പിൾ ആണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇറ്റ്സ് അബൌട്ട് താജ്മഹൽ. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡു യു ഫീൽ ഇറ്റ്? ഡു യു ഫീൽ താജ്മഹൽ? ഡു യു റിയലി ഫീൽ ഇറ്റ്? ഡു യു ഫീൽ ഇറ്റ്? നോ, you don't feel it. Yes, you feel it. Okay. Okay, now your questions are here. Okay, do you understand the chapter? Do you understand the chapter? How is it? ഇതിന്റെ വേർഡ്സ് ഒക്കെ കുറച്ചൊരു ഇതാണ്, കാരണം പ്യുവർ ഹിന്ദി വേർഡ്സ് ആണ് അതിലുള്ളത്. അപ്പൊ അത് നിങ്ങൾ നോക്കുക, പഠിക്കുക. ഞാൻ പറഞ്ഞ ലക്നൌവി രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതലും അതിനകത്തുള്ളത്. അപ്പൊ ലക്നൗ മുസ്ലിംസ് ഉപയോഗിക്കുന്ന ആ ഒരു വേർഡ്സും കാര്യങ്ങളൊക്കെ, ആ ഒരു സ്പീച്ച്, ഇറ്റ്സ് വെരി ഡിഫറെന്റ് ആൻഡ് വെരി സ്വീറ്റ്. ആ ഒരു രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓർക്കാൻ വരുന്നു ആൻമരിയ? ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയാലോ? നോക്കാം അല്ലേ? ओके 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 निम्नलिखित प्रश्न के उत्तर लिखिए. ताजमहल किसने और क्यों बनाया? किसने बनाया? താജ്മഹൽ ആരാണ് ആർക്ക് വേണ്ടി, അല്ല എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്? ആരാണ് ആർക്ക് വേണ്ടി എന്തിനാണ് നിർമ്മിച്ചത്? എന്തിനാ നിർമ്മിച്ചത്? ആരാ നിർമ്മിച്ചേ? ഷാജഹാന്റെ ഭാര്യ മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് താജ്മഹൽ. ഓർക്കാൻ വരുന്നുണ്ടോ? ഇത് വരും. പിന്നെ സിമ്പിൾ ആയില്ലേ? നോക്കി അങ്ങ് എഴുതിയാ മതിയല്ലേ. അപ്പൊ താജ്മഹൽ കോ ദുനിയാ കാ ഏക ആശ്ചര്യം ക്യൂ കഹാ ജാതാ ഹെ. എന്തുകൊണ്ടാണ് അതിന്റെ ലോകത്തിലെ ഏറ്റവും ആശ്ചര്യമായ ഒന്നാണ് എന്ന് പറയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? ഒന്നുകൂടെ പറയൂ മിസ്. താജ്മഹൽ ലോകത്തിലെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന താജ്മഹൽ കോ ദുനിയാ കാ ഏക ആശ്ചര്യം, ഒരു വണ്ടേഴ്സ് അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്ന, അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നല്ല സ്ഥലത്തായിരിക്കുന്നത്, അതുപോലെ നന്നായിട്ടാ പണിതിരിക്കുന്നത്. അതിന്റെ ഉള്ളൊക്കെ നല്ലതാണ്. വലുതാണ്. അതിന്റെ സൗന്ദര്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. വലിയ കില്ലറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, കേട്ടിട്ടുള്ളത്. വലിയ ഈ എന്താ പറയുന്നത്, ഇങ്ങനെ കുറെ ലൈറ്റ് പോലെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടില്ലേ? വലിയ വരാന്തകളും വലിയ വലിയ തൂണുകളും. അപ്പൊ ഞാൻ പ്ലസ് ടുവിന് പഠിപ്പിക്കുമ്പോൾ താജ്മഹൽ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ. അപ്പൊ അതിൽ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ അവിടുത്തെ പില്ലേഴ്സ്, സാർ അവിടെ പോയിട്ടുണ്ട്.
അവിടുത്തെ പില്ലേഴ്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇങ്ങനെ പുറകോട്ട് നിന്ന് രണ്ടുപേര് കൂടെ നിന്നാൽ മാത്രമേ ആ പില്ലേഴ്സിൽ എത്തുള്ളൂ, ഒരാൾക്ക് സർക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? രണ്ടുപേര് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കെട്ടിപ്പിടിച്ചാൽ മാത്രം, കെട്ടിപ്പിടിക്കുന്ന അത്രയും വീതിയുണ്ട് ആ പില്ലേഴ്സിന്. അപ്പൊ വാതിലുകളൊക്കെ ഭയങ്കര ഇതാണ്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഒരു പില്ലറാണ്, ഒരു പില്ലർ, ഒരു തൂൺ, ഒരു തൂണ്. രണ്ടുപേര് നിൽക്കുന്ന അതിന്റെ ഒരു തൂണ് വൈറ്റ് ആണ്. എപ്പോഴും മനോഹരമായിട്ട് എപ്പോഴും അവര് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലിങ്ങനെ പുതുക്കി പണിയാറില്ല കൂടുതൽ. കാരണം എന്തുകൊണ്ടാ പുതുക്കി പണിയാത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും? ജസ്റ്റ് ഒന്ന് ഫർണിഷ് ചെയ്ത് വിടേയുള്ളൂ. എന്തുകൊണ്ടാ അങ്ങനെ ചെയ്യാത്ത? അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ എന്താ പറയാ, ബ്രിട്ടീഷ് പള്ളികളിലൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല അല്ലെ? ബ്രിട്ടീഷ് മ്യൂസിയം ആണോ? മ്യൂസിയം, പള്ളികളൊക്കെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബ്രിട്ടീഷ് പള്ളികളിലൊക്കെ ഉണ്ട്. ഓ, അതുപോലെ ഇതുപോലെ സൂമിലൂടെ കണ്ടിട്ടുണ്ട്. ആണോ? ദാറ്റ്സ് ഗുഡ്. അപ്പൊ അതിന്റെ ആ ഒരു പഴമയും ആ ഒരു കാര്യവും ഒക്കെ അതിന്റെ ആ ഒരു പുതുമയാണ്. അതെന്താണ് അതിന്റെ ഒറിജിനാലിറ്റി ആണ്. ദാറ്റ് ഈസ് ദ ഫീച്ചർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ തിങ്. Most important feature. Okay, then what was it? Yes, then third question. സ്വസ്ത് പത്തറോം പർ ക്യാ ലിഖാ ഹെ? എന്താണ് ആ പറഞ്ഞിരിക്കുന്ന വൈറ്റ് പത്തറോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പത്തറില് എന്താ സ്റ്റോൺസിൽ അവിടെ കൊടുത്തിരിക്കുന്ന ആ പ്രീഷ്യസ് ആയ സ്റ്റോൺസിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടെന്ന്. എന്താ എഴുതിയിരുന്നേ? ഖുറാൻ, വിശുദ്ധ ഖുറാനിന്റെ ചില വാക്യങ്ങളാണ് എഴുതി വെച്ചിരുന്നത്. ताजमहल में दो कब्रों किसकी बनी है? किसकी बनी है? ആ രണ്ട് കബറുകൾ ആരുടെയൊക്കെയാണ്? ആ കബറുകൾ ആരുടെയൊക്കെയാണ്? ആരുടെയൊക്കെയാണോ? ഷാജഹാന്റെയും മുംതാസിന്റെയും. എവിടെയാണ്? താജ്മഹലിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ഇത് എന്താണ് രാമായണം മൊത്തം പറഞ്ഞിട്ട് രാമൻ സീതയുടെ ആരാന്നൊക്കെ ചോദിക്കുന്ന പോലായിപ്പോയല്ലോ. താജ്മഹലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അതിൽ ആരാ എന്താന്നുള്ള ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നത്. ഷാജഹാനും മുംതാസിന്റെയും കബറാണ് അവിടെ ഇരിക്കുന്നത്, കബറുകളാണ് അവിടെ ഉള്ളത്. മറക്കല്ലേ. ओके, താജ്മഹൽ कैसा है? 5 पंक्तियों में लिखिए. ഓക്കെ, താജ്മഹൽ എങ്ങനെയാണെന്ന് 5 വാക്കുകളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യും. യു ഗൈസ് 4 ക്വസ്റ്റ്യൻസ് ഞാൻ ഈ 5th ക്വസ്റ്റ്യന്റെ അത് ഞാൻ ഓഗസ്റ്റിലേക്കല്ല തന്നിരിക്കുന്നത്. 1 month. അതും ചെയ്യണ്ടേ? അയ്യോ എന്റെ അമ്മോ, കൃത്യസമയത്ത് ചെയ്തോണ്ട് വരുന്ന. അയ്യോ, എന്തോരു കൃത്യനിഷ്ഠകൾ, എന്തൊരു വിചാരമുള്ള കുട്ടികൾ എന്റെ അമ്മോ. ഓ, ഇനിയിപ്പോ അടുത്ത ആഴ്ച എക്സാം അല്ലേ അല്ലേ? അയ്യോ, എന്തെല്ലാം പഠിക്കാനുണ്ട്. എന്നാലും നെറ്റ് പോയാ അതാ നെറ്റ് നിങ്ങൾക്ക് വാട്സപ്പിലല്ലേ കിട്ടുന്നത്? അല്ല, ഫോൺ കേടായാ മതിയായിരുന്നു. ഓ, അപ്പൊ വീട്ടിൽ കൊണ്ട് എത്തിച്ചേരും പേടിക്കണ്ട. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ടൈം കഴിയാനായി. ताजमहल संसार की 7 डैश वस्तुओं में से एक है. सॉरी, എന്താണ്?
എന്താണ്? ताजमहल संसार की 7 डैश वस्तुओं से एक है. എന്താണ് കുട്ടികൾ? അത്ഭുത്. നിങ്ങൾ എന്താ ഉറങ്ങിപ്പോയോ? ആശ്ചര്യജനക്. ആശ്ചര്യജനകോ അത്ഭുത്. എന്ത് പറ്റി? അല്ല, ശ്രേയ ഇങ്ങനെ ഇടയ്ക്ക് വന്നൊരു ബഹളമൊക്കെ വെക്കുന്നായിരുന്നു. ഇപ്പൊ ശ്രേയ ഇല്ല, നിങ്ങളും മിണ്ടുന്നില്ല. എന്ത് പറ്റി കുട്ടികളെ? ओके. आगरे के किले से लगभग 3 किलोमीटर दूर यह भव्य डैश खड़ा है. यह भव्य वॉट खड़ा है. क्या खड़ा है? भव्य. നോക്കൂ. മക്ബറ. മക്ബറ ഖടാ ഹെ. മക്ബറ. ഇതൊന്നും നമുക്ക് തരൂലേ, പിന്നെ തരുന്നതല്ല കേട്ടോ, എഴുതി വെച്ചോണം. मकबरा खड़ा है. पूरे ताजमहल की शोभा चांदनी रात में डैश दिखाई देती है. क्या दिखाई देती है? അത്ഭുത. Yes. Is it अद्भुत? അല്ലേ മിസ്? ഞാനൊരു पूरे ताजमहल दिखाई देती. अद्भुत ആണ് അല്ലേ? ഓക്കെ. अद्भुत दिखाई देती है. ओके. चारों ओर मानो डैश और डैश बिखर गई हो ऐसा प्रतीत होता है. What? शांति और सुंदरता. Yes. शांति और सुंदरता. शांति और सुंदरता बिखर गई हो ऐसा प्रतीत होता है. Then ताज in the moonlight. चांदनी रात में ताजमहल. इस विशेषण पर 10 പത്തിയാം लिखिए. എന്താണ് അതിന്റെ 10 വാക്കുകൾ എഴുതുക. മൂൺലൈറ്റില് താജ്മഹൽ എങ്ങനെയാണ് എന്ന്. അത് നിങ്ങൾ പുഷ്പം പോലെ ചെയ്യൂലോ അല്ലെ? എന്താ ഷോൺ? പുഷ്പം പോലെ നിങ്ങൾ ഇപ്പൊ തന്നെ അത് ചെയ്ത് എനിക്ക് അയച്ചു തരുന്നതായിരിക്കും അല്ലേ? വേഗം വിത്തിൻ 1 hour നിങ്ങൾ ചെയ്ത് നാളെ എനിക്ക് അയച്ചു മതിയോ? തരും. നാളെ ആകുമ്പോ ഒരുപാട് ലേറ്റ് ആയി പോകില്ലേ? കുഴപ്പമില്ലായിരിക്കും. ടീച്ചർ ഇനിയിപ്പോ 4 മണിക്കുണ്ട് ടീച്ചർ അടുത്ത ദിവസം. ഓ, മലയാളം ക്ലാസ് ഉണ്ട്. മലയാളം. യെസ്. ഓക്കെ, എന്നാ നാളെ തന്നെ അയച്ചു തന്നാ മതി. അതിന് നിങ്ങൾ എന്തെങ്കിലും അയച്ചു തരാറുണ്ടോ? സമാധാനം. നിങ്ങൾ അയച്ചു തരാറുണ്ടോ എന്തെങ്കിലും? ഓക്കെ. ഈ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, എല്ലാം പഠിച്ചോണം, എല്ലാം ചോദിക്കും. ഇൻക്ലൂഡിങ് ലേൺ, ലെറ്റ്സ് ലേൺ ഇതിനകത്തില്ല അല്ലെ? നിങ്ങൾക്ക് കുറെ വേർഡ്സ് ഒക്കെ എഴുതാൻ തന്നതും സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ തന്നതും അതൊക്കെ ഉണ്ടാവും എക്സാമിന്. ബൈ. ഓക്കെ, ബൈ. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ഇത് പഠിക്കുക കേട്ടോ. ഓക്കെ. 4 മണിയായോ? 52. നമ്മുടെ ടൈം ഇനി ഇപ്പൊ തീരും. ഓക്കെ, ബൈ ബൈ.